ചേച്ചി എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കഴുത്തിൽ താലിയില്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുമോ? വലിയ അനിഷ്ടങ്ങൾ സംഭവിക്കും. ഭർത്താവ് അത്രയും സ്നേഹത്തോടെ കെട്ടിയ താലി ഇല്ലാതായ ആ ഭർത്താവിന് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന അർത്ഥം. താലി കഴുത്തിലുള്ളപ്പോ ഭർത്താവിന് സംഭവിക്കുന്ന നന്മയെല്ലാം ആ താലി കഴുത്തിൽ നിന്നില്ലാതായാൽ അത്രയും തന്നെ ദോഷം സംഭവിക്കുമെന്ന ശാസ്ത്രം പറയുന്നത്. ആ താലി കഴുത്തിൽ നിന്നില്ലാതായാൽ അത്രയും തന്നെ ദോഷം സംഭവിക്കുമെന്ന ശാസ്ത്രം പറയുന്നത്. ഒട്ടും വൈകിപ്പിക്കരുത് മോളെ, ജാഗ്രത. ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും സംഭവിക്കും. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ചേച്ചി, ശ്രീകരേട്ടനൊന്നും സംഭവിക്കാൻ പാടില്ല. എനിക്ക് ഉടനെ തന്നെ ഏട്ടനെ കാണണം. ഞാൻ പോയിട്ട് വരാം ചേച്ചി. അവനെ എന്താ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ല, താൻ രക്ഷപ്പെടുത്തിയതാ. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ പോലെ സംഭവിച്ചു. എന്താ പറഞ്ഞത്? ഭർത്താവ് അത്രയും സ്നേഹത്തോടെ കെട്ടിയ താലി ഇല്ലാതായ ആ ഭർത്താവിന് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന അർത്ഥം. അളിയന്റെ സ്വാർത്ഥതയ്ക്ക് അതിരുകൾ ഇല്ലാതായിട്ടുണ്ട് ഇപ്പോ. അവന് കുടിക്കാൻ വേണ്ടി അവൻ എന്റെ താലി പിടിച്ചേർത്തോണ്ട് പോയി. ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഒരുപാട് പേടി തോന്നി. നിങ്ങളെ കാണാൻ വേണ്ടി പേടിച്ച് വന്നപ്പോ അപകടം നിങ്ങളുടെ പിന്നിലെ നിഴല് പോലെ ഞാൻ കണ്ടു. ദൈവകാരുണ്യം കൊണ്ട് വലിയൊരു പ്രശ്നം ഇല്ലാതായി. ഏതെങ്കിലും ഒരു വിധത്തിൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലേ പോയത്. ആ നിമിഷം തൊട്ട് നിങ്ങൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ അവിടെ. നിങ്ങളുടെ ഒരു ഫോൺ കോൾ വരുന്നത് എത്രയോ ആഗ്രഹിച്ച് കാത്തിരുന്നു ഞാൻ. അത് പിന്നെ അവനെ ഞാൻ എന്റെ കാര്യം വീട്ടിൽ പറഞ്ഞു. നിങ്ങളുടെ മേലുള്ള വിശ്വാസം നിലനിർത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. അത് ഞാൻ ഫോൺ ചെയ്യുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഫോൺ എടുക്കാത്തെ? ഓഫീസില് വർക്ക് ഉള്ളതുകൊണ്ട് അതിന്റെ ബിസിയിലായിരുന്നു. 24 മണിക്കൂർ നിങ്ങൾ ബിസിയാണോ? ഉറങ്ങാറ് പോലും ഇല്ല. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കാൻ ഒരു സെക്കൻഡ് പോലും കിട്ടിയില്ല നിങ്ങൾക്ക്. ക്ലയൻസിന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യായിരുന്നു. എന്നോട് കള്ളം പറയരുത്. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് പറയട്ടാ. അല്ലാതെ ഇങ്ങനത്തെ കണ്ണുകൾ നിങ്ങൾ എന്നോട് പറയരുത്. അല്ല, ഞാൻ ആൻസർ ചെയ്യാതിരുന്ന ആ പൊട്ടി ഭക്ഷണവും ഉറക്കമൊന്നും ഇല്ലാതെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കാത്തിരിക്കുന്ന അല്പം പോലും നിങ്ങൾ ആലോചിച്ചില്ലല്ലോ. അളിയനാണെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്തു, നിങ്ങളാണെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു. എന്തിനാ എനിക്ക് ഇങ്ങനെ പരീക്ഷണം? ഒറ്റയടിക്ക് കഴുത്ത് ഞെരിച്ച് കൊന്നളഞ്ഞേക്ക്. ഞാൻ കാരണം അപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. താൻ എന്തായി പറയുന്നേ? ഞാൻ പറയുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങൾ എന്നോട് ചെയ്യുന്നത് എന്താന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടല്ല അവനെ. ഇനി ഒന്നും പറയരുത്. എന്റെ കൂടെ വീട്ടിലേക്ക് വാ.
ചേച്ചി പറഞ്ഞതുപോലെ ശ്രീകരേട്ടൻ വലിയൊരു അപകടത്തെ നേരിട്ടു ചേച്ചി. നിനക്കെന്തോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു അറിഞ്ഞ ആ നിമിഷം തന്നെ ഇവിടുന്ന് ഇറങ്ങി ഓടിയതാ അവനി. നിന്നെ എന്റെ അനിയത്തിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ മോനെ. നിനക്കൊരു ദോഷം വരുന്നത് പോലും ഇവൾക്കത് സഹിക്കാനാവില്ല. ഇപ്പൊ വരെ നിങ്ങൾ ഇവിടെ നിൽക്കേ. നിങ്ങളെ വിട്ടിട്ട് എനിക്ക് ജീവിക്കാനാവില്ല. എനിക്കതിന് കഴിയില്ല ഏട്ടാ. നമ്മളെ കുറിച്ച് ചേച്ചി അറിയുന്നതിന് മുമ്പ് എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയേട്ട. അമ്മയുടെ ജാതകത്തിൽ പിറന്ന കുട്ടിയുമായിട്ട് എന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന കാര്യം അവനോട് പറയാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഈ അവസ്ഥയില് തന്നോട് ആ കാര്യം എങ്ങനെ ഞാൻ പറയും? ഇപ്പൊ ഇവളോട് ആ കാര്യം പറഞ്ഞ ഇവക്കത് സഹിക്കില്ല. ഇരുന്നോളൂ. കുഴപ്പമില്ല. ആവിനിയുടെ കഴുത്തിൽ ഒരു താലി ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമോ? ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഇനി ഒരു മാർഗേ ഉള്ളൂ. അവനി സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ കുറഞ്ഞത് ഈ മഞ്ഞ ചരടെങ്കിലും അവളുടെ കഴുത്തിൽ ഉണ്ടാവണം. ഇത് കെട്ടുമോനെ. അത് വാങ്ങിക്കേട്ടോ, പെട്ടെന്ന് കെട്ടേട്ടോ. അതിന്റെ ആവശ്യമില്ല. ആവനിയുടെ കഴുത്തിലുണ്ടായിരുന്ന താലി അവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. എന്റെ ഭർത്താവിന്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാ അത് തിരിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വന്നല്ലോ. നിങ്ങൾക്കിതെങ്ങനെ കിട്ടിയത്? തന്നെ കാണാൻ വേണ്ടി വന്നപ്പോ വഴിയിലൊരു മാർവാടി ഷോപ്പില് ആ നരസിംഹനെ കണ്ടിരുന്നു. ഈ താലി പണയം വെച്ചിട്ട് എന്റെ പണന്താ. ഇത് എന്റെ നാത്തുന്റെ താലിയാ. എന്റെ മകളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ താലി പണയം വെച്ചിട്ട് അടച്ചോ കളയാന്ന് പറഞ്ഞു. എത്രയാ സെട്ടു? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയാ? എന്നെ പോട്ടെ. എത്രയോ കാലമായിട്ട് ഗോവയിലേക്ക് പോണെന്ന് കരുതിയതാ. ഈ പൈസ വെച്ച് ഫ്ലൈറ്റിൽ പോവാം.
സെഡ്ജി, പറഞ്ഞോളൂ, എന്താ കാര്യം? ആ താലി വേണമായിരുന്നു. ഇത് മറ്റൊരാള് പണയം കൊടുത്തതാ. നിനക്ക് വേണമെങ്കിൽ വേറെ ഡിസൈൻ കാണിക്കാം. എനിക്ക് അത് തന്നെ വേണം. എന്താന്ന് വെച്ചാ അതെന്റെ ഭാര്യയുടേതാ. ഇത് നിങ്ങളുടെ അടുത്ത് പണയം വെച്ചവനില്ലേ, അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞത്. ഉറപ്പായിട്ടും അവനത് മോഷ്ടിച്ചു വന്നതായിരിക്കും. അവനെ കണ്ടപ്പോ എനിക്കും സംശയം തോന്നി. അയാൾക്ക് കൊടുത്ത പൈസ ഞാൻ അടച്ചാ പോരെ? ഇതിനു വേണ്ടി അവൻ ഇങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ ആ താലി എനിക്ക് തരൂ. ശരി. നിങ്ങളുടെ ബന്ധത്തിന്റെ ആഴം അറിയാൻ ഈ ഒരു സംഭവം മാത്രം മതി. ആവനിയിൽ നിന്ന് ഒന്നും അകന്നു പോകാൻ പാടില്ല. ആവനിക്ക് നിനക്കും ഇടയിൽ അകൽച്ച ഉണ്ടാവരുത്. രണ്ടുപേരിങ്ങ് വന്നേ വന്നേ. വാ മോനെ. ഭഗവാന്റെ മുന്നിൽ നിന്ന് ആവനിയുടെ കഴുത്തിൽ താലി കെട്ടുമോനെ. ആ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ എന്നും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം. താലി ഇല്ലാതായപ്പോ നമുക്കിടയിലുള്ള ദൂരം ഇനി കൂടുമെന്നോർത്ത് ഞാൻ ഒരുപാട് പേടിച്ചു. ഇപ്പൊ എനിക്ക് ധൈര്യം തോന്നുന്നുണ്ട്. നമുക്കിടയിൽ ഒരിക്കലും അകലമുണ്ടാവില്ലേട്ടാ. കുറച്ചു സമയം താലി നഷ്ടപ്പെട്ടപ്പോ അവൻ ഇല്ലാതായ പോലായി. വീട്ടുകാര് തീരുമാനിച്ച എന്റെ കല്യാണ കാര്യത്തെപ്പറ്റി പറഞ്ഞ ഇവളെന്തെങ്കിലും കയ്യബദ്ധം കാണിക്കും. വീട്ടിലെ അവസ്ഥകളൊക്കെ എങ്ങനെയുണ്ട്? താലി തന്നിട്ട് പോവാൻ വന്നതാ. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പിന്നെ വന്ന് കാണാം. പോയിട്ട് വരാം. ആവട്ടെ പണിക്കരെ, ഈ വിവരം ഞങ്ങൾ അവരെ അറിയിക്കാം. ശരിയപ്പോ എന്താ ഏട്ടാ പറഞ്ഞേ? വിവാഹ നിശ്ചയം നാളേക്ക് വെക്കാൻ പറഞ്ഞു. ആണോ? ഞാൻ പക്ഷെ മുഹൂർത്തം ഇനി ഉടനെ ഉണ്ടാവൂ ഇല്ലയെന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു. നമുക്കുടനെ ശ്രീകറിന് ഫോൺ ചെയ്യാം. അത് വേണ്ട, വന്നല്ലോ. കുഞ്ഞളിയോ,
നിനക്ക് വീണ്ടും ഒരു ബ്രേക്കിംഗ് ന്യൂസ്. നീ എവിടെ പോയത് ശ്രീകർ? ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ അമ്മേ. അച്ഛൻ ദാ ഇപ്പോഴാ പണിക്കരോട് സംസാരിച്ച് നാളെ നിശ്ചയം തീരുമാനിച്ച്. അമ്മേ, ഇത്രയ്ക്കും ധൃതി എന്തിനാ? കുറച്ചും കൂടെ സമയം എടുത്തിട്ട് പോരെ? എല്ലാം ഒത്തു വരുമ്പോ അത് സംഭവിക്കണം മോനെ. എന്തിനാ ലേറ്റ് ആക്കുന്നേ? അമ്മേ, അതല്ല അമ്മേ. ആദ്യം തൊട്ടേ നിഹാരികയുടെ കാര്യത്തില് ശ്രീകറിന് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിധത്തിൽ കല്യാണം നടക്കാതെ തടയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് കരുതി കാര്യം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു വിധത്തില് വ്യക്തമാക്കുന്നില്ല. എന്തോ മറച്ചു വെക്കുന്നുണ്ട്. വീട്ടിലുള്ള പെണ്ണിനെയും വേണ്ടാന്ന് വെച്ച് പുറത്തുള്ള പെണ്ണിനെയും വേണ്ടാന്ന് വെച്ചിട്ട് ഈ കാലം ഇങ്ങനെ കഴിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിഹാരിക സുന്ദരിയാണ്, സംസ്കാരമുണ്ട്. അതും കൂടാതെ നമുക്ക് വേണ്ട ജാതകമാണെന്ന് മനസ്സിലായി. പിന്നെന്തിനാണ് ആലോചിക്കുന്നത്? ഒരു കല്യാണം എല്ലാ രീതിയിലും ചേർന്ന് വരാന്ന് വെച്ചാല് ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാ ശ്രീ. ശ്രീ, നീ കഴിഞ്ഞതൊക്കെ മറന്നോ? കല്യാണക്കാര്യത്തില് അമ്മയ്ക്ക് നീ തന്ന വാക്കുകളൊക്കെ മറന്നുപോയോ? അമ്മയുടെ അതേ ജാതകത്തിൽ പിറന്ന പെൺകുട്ടിയെ മരുമകളായിട്ട് കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ആ വാക്ക് ഞാൻ നിറവേറ്റിയിരിക്കും. നിന്റെ കല്യാണം ഗ്രാമങ്ങളുടെ ക്ഷേമത്തിന് കാരണമാവൂന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ കല്യാണം ഞങ്ങളുടെ സ്വപ്ന. നിന്റെ കല്യാണം ഒരു ത്യാഗമാണ്. നിന്റെ കല്യാണം നമ്മുടെ ഗ്രാമീണർക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു സമ്മാനം മോനെ. എത്രയോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ ശ്രീ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവിടെ പിന്നെ ഗ്രാമങ്ങൾ ഉണ്ടാവില്ല, ഉത്സവങ്ങളും നടക്കില്ല, ധാന്യങ്ങളും ഉണ്ടാവില്ല, വയറ് നിറയില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അതിന്റെ എല്ലാം ഉപരി നിന്റെ ഈ അമ്മ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല. ഞങ്ങളുടെ ഈ പരാതി നീ ആജ്ഞാപനമായിട്ടോ അപേക്ഷയായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരിക്കലും നിശ്ചയം മുടങ്ങില്ല, കല്യാണം മുടങ്ങില്ല. നാളെയാ നിഹാരികയുമായിട്ടുള്ള നിന്റെ നിശ്ചയം. കേട്ടോ ഏട്ടാ? നിഹാരികയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അവരെ ഇക്കാര്യമൊക്കെ അറിയിക്കും. ആയിക്കോട്ടെ. നിന്റെ അമ്മ കുറച്ച് സീരിയസ് ആയിട്ടും കുറച്ച് സെൻസിറ്റീവ് ആയിട്ടും രണ്ടും കൂടി കൂട്ടിക്കുഴച്ചിട്ടാ പറഞ്ഞു തളിയാ. വടി ഒടിഞ്ഞിട്ടുമില്ല, പാമ്പ് ചത്തിട്ടുമില്ല എന്ന് പറയുന്ന പോലെ വളരെ നന്നായിട്ട് നിന്നെ കെണിയിലാക്കി കഴിഞ്ഞു. എന്റെ സിസ്റ്ററെ, നമ്മുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാ? മൊത്തം ബ്ലാങ്കാ. പെൺസിംഹമായ നിന്റെ തലയിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങളുടെ തലയ്ക്കകത്ത് പിന്നെ എന്ത് കിട്ടാനാ? സത്യം പറഞ്ഞ അമ്മയുടെ ജീവൻ ആപത്ത് വരും. പിന്നെ കളവ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാ അവനിക്ക് എന്റെ മേലുള്ള സ്നേഹം നഷ്ടപ്പെടും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇതിന്റെ പരിഹാരം എന്താ? ഞാൻ ഫോൺ ചെയ്യുമ്പോ എന്തുകൊണ്ട് ഫോൺ എടുക്കാത്തെ? ഓഫീസില് കുറച്ചൊക്കെ വർക്ക് കൂടുതലായിരുന്നു. 24 മണിക്കൂർ നിങ്ങൾ ബിസിയാണോ? നിങ്ങൾ ഉറങ്ങാറില്ലേ? ക്ലയൻസിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാനുണ്ട്. എന്റെ കോൾസിന് എന്താ മറുപടി തരാത്തെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്തോ കവർ ചെയ്യുന്നു തോന്നിയെന്നല്ലാതെ അദ്ദേഹം എന്നോട് പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ കല്യാണക്കാര്യം അവരുടെ വീട്ടിൽ പറയാൻ പറ്റാത്തതിന്റെ വിഷമം കൂടാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റെന്തോ വിഷമം കൂടിയുണ്ട്. അദ്ദേഹത്തില് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്.
ആവനി, ഭർത്താവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാലെന്നോർത്ത് നീ പേടിച്ചില്ലേ? ഭർത്താവ് തന്നെ ആ താലി കൊണ്ടുവന്ന് നിന്റെ കഴുത്തിലണിഞ്ഞു. ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് പകരം നീ എന്തൊക്കെയോ ആലോചിച്ച് എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇപ്പൊ എനിക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഇല്ല ചേച്ചി. ശരി, ഭക്ഷണം കഴിക്കാൻ വാ. ഞാൻ പിന്നീട് കഴിച്ചോളാം ചേച്ചി, നിങ്ങൾ കഴിക്കാം.